ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രഭാഷകൻ അധ്യായം 39 നിയമപണ്ഡിതൻ. സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി എന്ന ഉപശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 35 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്തെല്ലാം ചെയ്യും? ഉത്തരം: എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. ചോദ്യം 2. പ്രഭാഷകൻ 39-ാം അധ്യായം 2-ാം വാക്യം അനുസരിച്ച് നിയമപണ്ഡിതൻ ചെയ്യുന്നതെന്ത്? ഉത്തരം: വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. ചോദ്യം 3. പ്രഭാഷകൻ 39-ാം അധ്യായം 3-ാം വാക്യം അനുസരിച്ച് നിയമപണ്ഡിതൻ ചെയ്യുന്നതെന്ത്? ഉത്തരം: ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യും. ചോദ്യം 4. പ്രഭാഷകൻ 39-ാം അധ്യായം 4-ാം വാക്യം അനുസരിച്ച് നിയമപണ്ഡിതൻ ചെയ്യുന്നതെന്ത്? ഉത്തരം: മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപരുടെ മുമ്പിൽ പ്രവേശനമുണ്ട്, വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കും, മനുഷ്യരുടെ നന്മതിന്മകൾ വേർതിരിച്ചറിയും. ചോദ്യം 5. പ്രഭാഷകൻ 39-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് നിയമപണ്ഡിതൻ ചെയ്യുന്നതെന്ത്? ഉത്തരം: സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു, അത്യുന്നതൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, പാപമോചനത്തിനായി യാചിക്കുന്നു. ചോദ്യം 6. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ അവനിൽ നിറയുന്നതെന്ത്? ഉത്തരം: ജ്ഞാനത്തിൻ്റെ ചൈതന്യം. ചോദ്യം 7. അവൻ കർത്താവിന് എപ്രകാരം നന്ദി പറയും? ഉത്തരം: വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം. ചോദ്യം 8. അവൻ്റെ ചിന്തയും അറിവും എവിടേക്ക് തിരിയും? ഉത്തരം: നേരായ മാർഗത്തിലേക്ക്. ചോദ്യം 9. അവൻ എപ്രകാരമാണ് അറിവ് പ്രകടമാക്കുക? ഉത്തരം: പ്രബോധനങ്ങളിലൂടെ. ചോദ്യം 10. അവൻ എന്തിലാണ് അഭിമാനം കൊള്ളുക? ഉത്തരം: കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. ചോദ്യം 11. എന്താണ് ജനതകൾ പ്രഘോഷിക്കുക? ഉത്തരം: അവൻ്റെ വിജ്ഞാനം. ചോദ്യം 12. സമൂഹം എന്താണ് ഉദ്ഘോഷിക്കുക? ഉത്തരം: അവൻ്റെ സ്തുതി. ചോദ്യം 13. ദീർഘകാലം ജീവിച്ചിരുന്നാൽ അവൻ എന്താണ് അവശേഷിപ്പിക്കുക? ഉത്തരം: ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 12 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി എന്ന ഉപശീർഷകത്തിൻ്റെ കീഴിൽ വരുന്നു. ചോദ്യം 14. ആരെപ്പോലെ പൂരിതനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം: പൂർണ്ണചന്ദ്രനെ പോലെ. ചോദ്യം 15. വിശ്വസ്തരായ പുത്രന്മാരെ, എൻ്റെ വാക്ക് കേട്ട് എങ്ങനെ മുട്ടിടുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം: അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ. ചോദ്യം 16. എന്തുപോലെയാണ് നിങ്ങൾ സൗരഭ്യം പരത്തേണ്ടത്? ഉത്തരം: കുന്തിരിക്കം പോലെ. ചോദ്യം 17. എന്തുപോലെയാണ് നിങ്ങൾ പൂവണിയേണ്ടത്? ഉത്തരം: ലില്ലി പോലെ. ചോദ്യം 18. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യേണ്ടത് എങ്ങനെ? ഉത്തരം: സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ. ചോദ്യം 19. ജലം കുന്നുകൂടിയത് എപ്പോൾ? ഉത്തരം: അവിടുന്ന് അരുളി ചെയ്തപ്പോൾ. ചോദ്യം 20. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായതെന്ത്? ഉത്തരം: ജലാശയങ്ങൾ. ചോദ്യം 21. അവിടുത്തെ എന്താണ് ആർക്കും പരിമിതമാക്കാൻ സാധ്യമല്ലാത്തത്? ഉത്തരം: രക്ഷാകര ശക്തിയെ. ചോദ്യം 22. എവിടം മുതൽ എവിടം വരെ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു? ഉത്തരം: അനാദി മുതൽ അനന്തത വരെ. ചോദ്യം 23. എന്തിനു വേണ്ടിയാണ് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: നിശ്ചിത ഉപയോഗത്തിനു വേണ്ടി. ചോദ്യം 24. വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നതെന്ത്? ഉത്തരം:
കർത്താവിൻ്റെ അനുഗ്രഹം നദി എന്ന പോലെ. ചോദ്യം 25. ജനതകൾ അവിടുത്തെ കോപത്തിന് ഇരയാകുന്നതെങ്ങനെ? ഉത്തരം: ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ. ചോദ്യം 26. ആർക്കാണ് അവിടുത്തെ മാർഗം ഋജുവായിരിക്കുന്നത്? ഉത്തരം: വിശുദ്ധർക്ക്. ചോദ്യം 27. ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ത്? ഉത്തരം: തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്കു വേണ്ടി. ചോദ്യം 28. മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാൽ, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം എന്നിവയാണ്. ചോദ്യം 29. ദൈവഭക്തർക്ക് നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നതെന്ത്? ഉത്തരം: മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാൽ, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം തുടങ്ങിയവ. ചോദ്യം 30. സംഹാരമുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സ്രഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുന്നതാര്? ഉത്തരം: പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ. ചോദ്യം 31. പ്രഭാഷകൻ 39-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങളനുസരിച്ച് പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാം? ഉത്തരം: അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി, ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകൾ, തേളുകൾ, അണലികൾ, ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാൾ എന്നിവയാണ്. ചോദ്യം 32. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും, അതിനാൽ ചെയ്യേണ്ടതെന്ത്? ഉത്തരം: പൂർണ്ണഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.